ആദ്യമായിട്ട് നിങ്ങളൊക്കെ ഒന്ന് കണ്ടല്ലേ. എല്ലാവർക്കും നമസ്കാരം. തുമ്പിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് പൂട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. തുമ്പിയും ഫീ എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ എനിക്ക് സത്യം പറഞ്ഞ തുമ്പിയുടെ അച്ഛന്റെ അവസ്ഥ കണ്ടപ്പോ അയ്യേ എന്ന് തോന്നിപ്പോയി. അങ്ങനെ അഭിമാനിക്കുകയാണോ അപമാനിക്കുകയാണോ ഒന്നും മനസ്സിലാവാൻ പറ്റാത്തൊരു സിറ്റുവേഷനും കൂടി ആയിപ്പോയി. ഗതികേട്, വേറൊന്നും പറയല്ല, ഗതികെട്ട അവസ്ഥ. ഒരപ്പൻ എന്ന നിലയിൽ സ്വന്തം മോളും മെമ്പർഷിപ്പിലും സബ്സ്ക്രിപ്ഷനിലും കൂടി അവാർഡുകളും വാങ്ങി ജനപിന്തുണനെ വാങ്ങുന്ന കണ്ട് ആഘോഷിക്കുന്ന സന്തോഷിക്കുന്ന ഒരപ്പൻ, അല്ലെങ്കിൽ ഗതികേട് കൊണ്ട് സന്തോഷിക്കുന്ന ഒരപ്പൻ. പിന്നെ ഈ നാണം കെട്ട് കൊണ്ടുണ്ടാക്കുന്ന പണം നാണക്കേട് മാറ്റിയിടും എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ സത്യമാകാറുണ്ട്. പക്ഷെ ഇതുപോലെയുള്ള സാമാനങ്ങൾക്ക് പിടിച്ച് അവാർഡ് കൊടുക്കുന്ന അവന്മാരെ പിടിച്ച് മടൽ വെട്ടിയടിക്കുന്നത് എന്ത് തേങ്ങയ്ക്കാടാ നീ ഇതൊക്കെ ഇതുപോലത്തെ കീരവിത്തുകൾക്ക് പിടിച്ചിട്ട് അവാർഡ് കൊടുത്തിട്ട് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത്? എനിക്കത് മനസ്സിലായിട്ടില്ല ഇതുവരെ. നിന്റെയൊക്കെ ഉദ്ദേശശുദ്ധി എന്താ? കണ്ട അപരാധങ്ങളും കാട്ടപരാധങ്ങളും കാണിക്കുന്നതിന് ഇൻഫ്ലുവൻസേഴ്സ് ടാഗ് ലൈൻ കൊള്ളാട, സൂപ്പറാ, അടിപൊളിടാ. ഓക്കെ, അപ്പൊ നമുക്ക് ആരംഭിക്കാം. അപ്പോൾ ഈ തുമ്പിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് പൂട്ടിയത് ഞാനാണോന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിച്ചു. ഞാനൊന്നുമല്ലടേ, എന്തുപാട് നിങ്ങൾ എല്ലാവരും കൂടെ ആരുടെയും അക്കൗണ്ട് പൂട്ടി ഉടനെ എന്നെ സംശയിക്കുന്നത്. രേണുസുതിയുടെ അക്കൗണ്ട് പൂട്ടിയപ്പോൾ എൻ്റെ നെഞ്ചത്തോട്ട് വന്നു, ഞാനേ അല്ല, എന്തിനാണ് എല്ലാവരും കൂടി എന്നെ സംശയിക്കുന്നത്? ഞാൻ അത്രക്കാരൻ നഹി ഹേ. കാര്യം പിടികിട്ടിയാ? ഒരു രീതിയിലല്ലേ മറു രീതിയിൽ എന്നെയാണല്ലോ ഇപ്പൊ എല്ലാവരും സംശയിക്കുന്നത്. പിന്നെ ഞാൻ എപ്പോഴും സംസാരിക്കാറുണ്ട്, ഇങ്ങനത്തെ അപരാധങ്ങൾ ഇവിടെ നിന്ന് സോഷ്യൽ മീഡിയയിൽ തുടച്ചു മാറ്റിയേ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇനിയും സംസാരിക്കും. ഇവളുടെ അക്കൗണ്ട് അല്ല, ഇവളുടെ എല്ലാം പൂട്ടണം, ഇൻസ്റ്റാഗ്രാമിൽ പൂട്ടണം, എല്ലാം ഒരു അരുവേന്ന് എല്ലാം പൂട്ടണം. അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇവള് മാത്രമല്ല, കുറെ എണ്ണം ഉണ്ട്. സ്റ്റോറി ഓഫ് സാറാസ്, അപർണ, മറ്റത് മറിച്ചത്, ഷാഹിദ, അങ്ങനെ എന്തൊക്കെയോ കുറെ അപരാധങ്ങൾ കാണിക്കുന്ന ഒരു കൂട്ടായ്മ തന്നെയുണ്ട്. ഇതിന്റെ എല്ലാം പൂട്ടണം. പർപ്പിളിയോൺ പൂട്ടിയത് കണ്ടില്ലേ? 1 കോടിക്ക് മേളിൽ വരുമാനം ഉണ്ടായിരുന്ന അക്കൗണ്ട് ഇന്നാ പിടി അമ്മച്ചിയുടെ മാവുകൾ ആ രീതിയിൽ പൂട്ടി. ഇതുപോലെ എല്ലാത്തിൻ്റെയും പൂട്ടണം. ഒരെണ്ണത്തിന്റെ പോലും വെറുതെ വിടാൻ പാടില്ല. എല്ലാം മൂഞ്ചി തിരിഞ്ഞ് കമ്പി തിരിയായിട്ടിരിക്കണം. നമുക്കിങ്ങനെ ചിരിച്ചോണ്ടിരിക്കാം. കൊള്ളാല്ല. എന്തായാലും ഒരു പേര് ഡി സൊല്ല്. അയ്യേ, ഇവക്കൊക്കെ വിളിച്ചെടുത്ത് അവാർഡ് കൊടുക്കണാടാ. ഇത്രയ്ക്ക് ഗതിയേടാടാ. അല്ല, എനിക്ക് മനസ്സിലാകത്തോണ്ടായിരുന്നു എന്തിനാണ് ഇവക്ക് അവാർഡ് കൊടുത്തത്. അവാർഡ് കൊടുക്കാനായിട്ട് ഈ വിളിച്ചു വരുത്തുന്നത് എനിക്ക് മനസ്സിലായില്ല ഇതുവരെ. എനിക്ക് നാളെ പോലെ ഞാനിന്ന് 2 ഷെഡ് ഇട്ടോണ്ട് ഇറങ്ങാടാ. പാറയുടെ ഇടയിൽ കൂടിയും മറ്റതിൻ്റെ ഇടയിൽ കൂടിയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും 2 ഷെഡ് ഇട്ടോണ്ട് ആ രീതിയിൽ ഞാനും അങ്ങോട്ട് ഇറങ്ങാം. പിന്നെ അല്ലാണ്ട് എന്ത് പറയാനാ? ഞാനും ഷെഡ് ഇട്ടോണ്ട് 2 തുള്ളക്കം തുള്ളിക്കൊണ്ട് ഇറങ്ങാം. നിങ്ങളെല്ലാവരും കൂടി പിടിച്ച് എനിക്കൊരു അവാർഡ് താ. എന്ത് ഗതി കേട്ടേ, ഇമാതിരി അപരാധങ്ങൾക്കൊക്കെ അവാർഡ് കൊടുക്കുന്നു. ഇത്രയും അതപ്പതിച്ചു പോയല്ലോ നമ്മുടെ കൊച്ചു കേരളം. അല്ല, എനിക്ക് മനസ്സിലായില്ല എന്തിനാ അവാർഡ് കൊടുത്ത്. 1 ഓഫ് ദ ബെസ്റ്റ് അപരാധം റീൽ അങ്ങനെ എന്തെങ്കിലും, അല്ലെ സബ്സ്ക്രിപ്ഷൻ റീൽ എന്ന് പറഞ്ഞുകൊണ്ടാണോ കൊടുത്തത്? എനിക്കറിഞ്ഞൂടെ എന്തൊക്കെയാണ് അവന്മാർ ഉദ്ദേശിക്കുന്നതെന്ന്. നാളെ പോലെ ഞാൻ ഇറങ്ങാൻ പോണ്, ഒരു കീറിയ പൊത്ത ഷെഡിയിട്ടും കൊണ്ട് ഇറങ്ങാൻ പോണ്. എന്നിട്ട് എനിക്ക് അവാർഡ് തന്നില്ലെങ്കിൽ എൻ്റെ ഗുണം മാറും കേട്ടോ. ഇവളുമാർക്ക് മാത്രം അവാർഡ് ഉദ്ഘാടനം പറ്റത്തില്ല. ഇതൊന്നും പറ്റത്തില്ല. ഇവളെ അമ്മാവനെന്ന് പറയുന്ന ഒരു പരനാറിയുണ്ട്, വിഷ്ണു. അവനാണ് ഇമാതിരി മറ്റേ പരിപാടികൾക്ക് എല്ലാം അവളെ കൊണ്ടുപോകുന്നത് റീലെടുത്ത് കൊടുക്കുന്നത്. ഇപ്രാവശ്യം കാണാമല്ലോ, അവൻ തന്നെ ആയിരിക്കും. എന്തായാലും കൊള്ളാം. തുമ്പി, നല്ല പേര്. പണ്ടത്തെ ഫയർ മുത്തുച്ചിപ്പി എന്ന് പറയുന്ന പോലെയാണ് തുമ്പി. കൊള്ളാം, നല്ല ഫാനും നല്ല ആള്. ഇതിനൊക്കെ അവാർഡ് ഏത് കാട്ടു കഴിവേറികളാണ് അവാർഡ് കൊടുക്കുന്നത്? അതാണ് എനിക്ക് ആദ്യം അറിയണം. അമ്മാവനെത്തിയല്ല, വിറ്റ് ജീവിക്കുന്നവൻ. അമ്മാവനല്ല, വിറ്റ് ജീവിക്കുന്നവൻ. അയ്യോ, പിടിച്ചിട്ട് കൊടുക്കണാടാ നീ, പിടിച്ചിട്ട് കൊടുക്കണാടാ അമ്മാവാ. ഇത്രയ്ക്ക് സ്നേഹവും കെയറിങ്ങോടാ. എന്തിനാടാ പിടിച്ച് താത്തിയിട്ട് കൊടുക്കുന്നത്? കാണേണ്ട എല്ലാ നാട്ടുകാർ കണ്ടില്ലേ, പിന്നെ എന്തിനു താത്തിയിട്ട് കൊടുക്കുന്നത്? അമ്മാവന്റെ വൈബ്, അമ്മാവൻ മുതലെടുപ്പ് സജ്ജി തന്നെ. ഇവനെ പോലെ ഒരു അമ്മാവൻ ആർക്കും കിട്ടാതിരിക്കട്ടെ. അടുത്ത് കൊണക്കി. ഫേസ്ബുക്ക് അടിച്ചു പോയി. അതിന് അപ്പീൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പീലും കൊടുത്ത് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. മറ്റോളും അപ്പീലും കൊടുത്തിരിപ്പുണ്ടായിരുന്നു. രണാസുന് അപ്പീലും കൊടുത്ത് അവിടെ ഇരിക്കുന്നുണ്ട്. ഇത് വേറൊരു പ്ലാറ്റ്ഫോം അല്ല, ഫേസ്ബുക്കാണ്. കിട്ടണമെങ്കിൽ കുറഞ്ഞത് ഒരു 2 ഒരു വർഷത്തിന് പുറത്താവും. 1 വർഷത്തിന് പുറത്തായാലും കിട്ടിയില്ലെങ്കിൽ ഇല്ല, കയ്യാലപ്പുറത്ത് തേങ്ങയാണ്. അതുകൊണ്ട് അപ്പീലും കൊടുത്തിട്ട് അവിടെ മാറിയിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അവരത് കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ ഫേസ്ബുക്കിനൊന്നല്ല ഒരു പ്ലാറ്റ്ഫോമിന് അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അവർ തൂക്കിയെടുത്ത് കളയും, അത്രേ ഉള്ളൂ കേട്ടെ. അപരാധങ്ങളും കാണിച്ചിട്ട് അംഗീകാരത്തിന് പോയിരിക്കുകയാണ്. അപ്പീൽ കൊടുത്തെന്ന് അവിടെ കൊടുത്തിട്ട് മാറി അവിടെ ഇരുന്ന് കരയുന്നതായിരിക്കും നല്ലത്. അയ്യോ, കയ്യിൽ അവാർഡ് എന്തിനാടാ? ഇത്രയ്ക്ക് അതപ്പതിച്ചു പോയോടാ നമ്മുടെ നാട്.
ഇവക്ക് അവാർഡ് കൊടുത്ത് എന്റെ ക്വാളിറ്റി പറഞ്ഞിട്ട് പോയാ മതിയടാ ഊളകളെ നീയൊക്കെ. എന്തിനാണ് ഇതുപോലത്തെ ഒരു മരവാഴയ്ക്കൊക്കെ അവാർഡ് കൊടുക്കുന്നത്? എനിക്കത് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഷേ മ്ലാച്ച. അയ്യോ കണ്ട അവളെ മറ്റേ രേണുസുധീര ചേച്ചി അനിയത്തിയായിട്ട് വരും. ഡ്രസ്സിങ് കണ്ട കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഡ്രസ്സുകൾ. ഇവളൊക്കെ എന്താ അതപ്പ തന്നോടാ. എന്താടാ ഏതാടാ നമ്മുടെ നാടിന്റെ പോക്ക്? എങ്ങോട്ടാ പോകുന്നത്? ഒരു പേരേ അത് ഒരാള് അവസ്ഥ. അച്ഛൻ ആരുടെ? തുമ്പിയുടെ അച്ഛൻ. നിങ്ങളാണ് ആ പ്രൊഡ്യൂസർ എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളെപ്പോലെ ഒരു പ്രൊഡ്യൂസർ ഇനി ആർക്കും കിട്ടരുത്. സത്യമുള്ള കാര്യം പറയാം. നിങ്ങൾ കാരണമാണ് ഇങ്ങനെ ഒരു വെടലെ നമുക്ക് കാണേണ്ട ഗതിയുണ്ട്. ഏത് സമയമാണെന്ന് പറഞ്ഞ് കുറിച്ച് വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ആരെയും ഇനി പരിപാടിക്ക് വിടരുത്. അഭിമാനിക്കാൻ പറ്റിയ അവസ്ഥ. അഭിമാനിക്കാൻ പറ്റിയ മോള്. തന്തേന്ന നിലയിൽ നിങ്ങൾ ഫെയിലാണ്, ഫെയിൽ. മോളെ പഠിപ്പിച്ച് വിദ്യാഭ്യാസത്തിലൂടെ എന്തെങ്കിലും നേടാൻ അല്ലെങ്കിൽ വിട്ട് അല്ലെങ്കിൽ നല്ല റീല് ചെയ്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ കയറി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിമാനിക്കാമായിരുന്നു. ഓക്കെ, ഇത് കണ്ട കാമക്കടുവകളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് കുറെ പൊടിപ്പും തൊങ്ങലിട്ട് ശരീരഭാഗങ്ങളെ മറച്ചു വെക്കേണ്ടതിനെ പുറത്ത് കാണിച്ച് വിറ്റ് ജീവിക്കുന്ന മകൾ. ഇതിന്റെ പേരിൽ നിങ്ങൾക്ക് എങ്ങനെ അഭിമാനിക്കാൻ തോന്നുന്നു? അങ്കിൾ പറയൂ, താങ്കൾ എങ്ങനെയാണ് അഭിമാനിക്കുന്നത്? ഇതുപോലത്തെ ഒരു മകളെ കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അഭിമാനിക്കാൻ പറ്റുന്നത്? എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. വെറും അവസ്ഥ, ഗതികേട്. അല്ലാണ്ട് എന്ത് പറയാനാണ്? വല്ലാത്തൊരവസ്ഥ. ഒരു അപ്പനെന്ന നിലയിൽ നിങ്ങൾ ഫെയിലുവറാണ്. ഇതുപോലത്തെ ഒരു മകളെ കൊണ്ട് ഈ രീതിയിലാണ് അഭിമാനിക്കേണ്ടി വന്നതെങ്കിൽ നിങ്ങൾ ഗതികെട്ട അപ്പനാണ്. നിങ്ങളെപ്പോലെ ഒരു അപ്പൻ വേറെ ഇല്ല. പാഴപ്പനായിപ്പോയി. ഇതെല്ലാം ഒരപ്പനാ? അയ്യോ നിൽക്കുന്ന ഇപ്പോ കാണാൻ ക്ലീൻ ഷേവൊക്കെ ചെയ്ത് കുറിയൊക്കെ തൊട്ട് വന്നിരിക്കുന്നു. മോള് കുറി തൊടിപ്പിക്കും വേറുള്ളവന്മാരെ. ബംഗാളികൾക്കും മറ്റവന്മാർക്കും ഒക്കെ ഫ്രസ്ട്രേഷനുള്ള കടുവകളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അപരാധങ്ങളും കാണിച്ച് നടക്കുന്നു. അമ്മാവനെന്ന് പറയുന്ന ഒരു കാട്ടുകഴിവരെ കൂടെ ഉണ്ടല്ലോ, വിഷ്ണു. നിങ്ങളെ മോളെ വച്ച് വിറ്റ് ജീവിക്കുന്നു. നിങ്ങൾക്ക് എന്ത് കുടുംബോടെ? എങ്ങനെയാണ് പുറത്തിറങ്ങി നടക്കുന്നത്? തൊലിക്കെട്ടി അപാരം തന്നെ. മോൾ അപരാധിച്ച് നടക്കുന്നു, അപരാധ വീഡിയോകൾ ഇടുന്നു, അത് കൊണ്ട് പൈസ ഉണ്ടാക്കുന്നു, അതിൽ അപ്പൻ അഭിമാനിക്കുന്നു. അപ്പം താറിൽ കയറാണ് നേരെ. മോൾ അഭിമാനിച്ച് വാങ്ങിച്ച വണ്ടിയല്ലേ. എനിക്ക് ഏറ്റവും കൂടുതൽ പുച്ഛം തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവക്കൊക്കെ അവാർഡ് കൊടുത്ത് ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവന്മാരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പുച്ഛം തോന്നുന്നത്. കയ്യിലിരിക്കുന്ന പൈസയും കളഞ്ഞുകൊണ്ട് സബ്സ്ക്രിപ്ഷൻ അപരാധം പോയി കണ്ട് കാമക്കടുവകൾ തന്നെ, കൊടൂരകൾ തന്നെ. ഒന്നും പറയാനില്ല. അത് തീർന്നില്ലേ ബാ. അയ്യോ അത് ആര് വരണ? തമ്പുരാട്ടിയും തമ്പുരാനും കൂടി വരെയാണ്. സെലിബ്രിറ്റികൾ എന്ത് കോപ്പിനാടാ ഇതിനെയൊക്കെ പിടിച്ച് സപ്പോർട്ട് ചെയ്യുന്നത്? എന്ത് കോപ്പ് കണ്ടിട്ടാണ്? മറ്റേ ഇവ ബൗൺസേഴ്സ് ഇരിക്കണണ്ടാ. അയ്യോ എന്താ അവസ്ഥയാടാ ഇത്? എനിക്കറിയാൻ പാടില്ല. എന്താണ് ഇവിടെ നടക്കുന്നത്? അപരാധം. ഒന്നും പറയാനില്ല. ഓയ്യ അടുത്ത ഓയ്യ ബാ. LLB എടുത്ത് കോട്ടിട്ട് വക്കീലാവണം. സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇങ്ങനെ അപരാധം കാണിക്കണമെന്നില്ലായിരുന്നു. LLB എടുത്ത് വക്കീലാവണമെന്നായിരുന്നു ആഗ്രഹം. നീയൊക്കെ വക്കീലായിരുന്നെങ്കിലുള്ള അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ക്ലൈന്റിന്റെ അവസ്ഥ. എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും? ചേരാൻ പോകണേ ഉള്ളൂ LLB. പിന്നെ നീ എന്നാ തീരത്തിനാടോ LLB എന്ന് പറഞ്ഞത്? ഞാനൊരു കാര്യം സീരിയസ്ലി പറയട്ടെ, ഇതുപോലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യില്ല. കണ്ടാൽ കല്ലെറിഞ്ഞെറിയണം, കല്ല് പറക്കി എറിയണം. അതാണ് ചെയ്യേണ്ടത്. കാരണം ഇതുപോലുള്ള അപരാധികൾ പഠിക്കാനെന്ന് പറഞ്ഞും കൊണ്ട് ഇറങ്ങിത്തിരിച്ച് അവസാനം പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ പേക്കൂത്തുകളും കാണിച്ച് ഇവിടെ ജീവിക്കുന്നുണ്ട്. കോടികളും ലക്ഷങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഇനി വരുന്ന പെൺകുട്ടികൾ ഇതേ ഒരു സാധനം ഫോളോ അപ്പ് ചെയ്ത് നമ്മൾ എന്തിനു കഷ്ടപ്പെട്ട് പഠിക്കണം? നമ്മൾ പഠിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ പണിക്ക് പോയിട്ട് എന്ത് കാര്യം? ഇവിടെ ജോലി ചെയ്തിട്ട് എന്ത് കാര്യം? ഇതുപോലെ അപരാധിച്ച് നമുക്ക് ജീവിക്കാമല്ലോ. ലക്ഷങ്ങൾ പൈസകൾ കോടികൾ ഉണ്ടാക്കാം, അക്സെപ്റ്റൻസ് കിട്ടും, ഉദ്ഘാടനങ്ങൾ കിട്ടും, അവാർഡുകൾ കിട്ടും. ഇങ്ങനത്തെ ഒരു മൈൻഡിലോട്ട് വരും തലമുറയുടെ തോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ തീർന്നെന്നങ്ങ് കൂട്ടിയാൽ മതി. വഴിയിൽ നിൽക്കുന്ന ഒരു പിച്ചക്കാരനെ വിളിച്ചിട്ട് ഒരു നല്ല ഷർട്ടും മുണ്ടും വാങ്ങിക്കൊടുത്ത് നിർത്തിയിട്ട് ഉദ്ഘാടിപ്പിക്കാൻ കൊണ്ടുപോടാ. അന്തസ്സുണ്ടാ. ആ വ്യക്തിയുടെ പ്രാർത്ഥന അനുഗ്രഹവും നിങ്ങൾ ആ കടയ്ക്കുണ്ടാവും. പകരം ഇതുപോലെ വല്ലയിടത്തും കിടക്കുന്ന അല്പവസ്ത്രം ധരിച്ച് അഴിഞ്ഞാട്ടങ്ങളും കാണിച്ചുകൊണ്ട് നടക്കുന്ന ഇവളുമാരെ പോലെ ഉള്ളതിനെയൊക്കെ പിടിച്ച് ഉൾക്കടിപ്പിക്കാൻ കൊണ്ട് നിർത്തി അതുപോലെ തന്നെ മറ്റേ അവാർഡും വാരി കൊടുക്കാൻ നാണമില്ലടാ. നാണമില്ലേ? എന്ത് കലികാലമാടാ ഇവിടെ നടക്കുന്നത്? എന്ത് ഗതികേടാടാ ഈ കാണുന്നത്?
സത്യം പുച്ഛമാണെന്ന് തോന്നുന്നു. പുച്ഛത്തിന്റെ പീക്ക് ലെവല്. കാണുമ്പോൾ തന്നെ തൊലി എരിഞ്ഞു പോകുന്നു. ഇവളെ പോലുള്ളവരെ ആളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഉറപ്പായിട്ട് നിന്റെയും എന്റെയും വീട്ടിലുള്ള പെൺകുട്ടികൾ ഇതുപോലെ ഇറങ്ങി തിരിക്കും. നമുക്ക് തടുക്കാൻ പറ്റിയെന്ന് വരില്ല. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. കൂടുതലൊന്നും പറയാനില്ല. ബാക്കി അപരാധം കാണാം. അയ്യോ അയ്യോ ഓ ആരാടാ ഇതിനെയൊക്കെ വിളിക്കുന്നത്? എന്തിനാടാ വിളിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. സീരിയസ്ലി എങ്ങോട്ടാ ഈ ലോകം പോകുന്നത്? ഞാൻ നാളെ ജെട്ടി ഇട്ടിറങ്ങാൻ പോകണം. മെമ്പർഷിപ്പ് എങ്കിൽ മെമ്പർഷിപ്പ് ഇടയി, സബ്സ്ക്രിപ്ഷൻ എങ്കിൽ സബ്സ്ക്രിപ്ഷൻ. ഞാൻ എൻ്റെ പഴയ ഓട്ട ജെട്ടി ഇട്ടിട്ട് അങ്ങോട്ട് 2 ഡാൻസ് കളിച്ച് ചെയ്യുക. എല്ലാവരും വന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ഞാനും ഒരു കോടീഷൻ ആവട്ടെ. പൊളിക്കുവോ? ചുമ്മാ പൈസ ഇട്ടി എന്നാ പൊളിക്കുവോ? അയ്യോ തുടങ്ങി അടുത്ത്. നേരെ തുണി പോലും ഇടാറില്ല. ഞാൻ ഒന്നും പറയണില്ല. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമ്മാവനായി, അതായി ഇതായി കോപ്പായി. സാധാരണക്കാരെ പോലെ ഈ പുറത്തൊക്കെ ഇറങ്ങി നടക്കാറില്ല ഒറ്റയ്ക്ക്. സാധാരണക്കാരെ പോലെ പുറത്തിറങ്ങി നടക്കും ഒറ്റയ്ക്ക്. ഇവള് സാധാരണക്കാരെ പോലെ. ഇവള് ആരാ അതിന്? ഇത് ആരടാ ഈ മൊണ്ണ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? സാധാരണക്കാരെ പോലെ ഇവള് പിന്നെ ആര്? ട്രംപാ? അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയാ? അല്ലല്ലേ. അയ്യോ സാധാരണക്കാരെ പോലെ. നാട്ടുകാർ കല്ലെറിഞ്ഞില്ലാതെ നോക്കിയോ? അയ്യോ സാധാരണക്കാരെ പോലെ നടന്നു. എന്ത് വെക്ക 4 കാല് കൂടുതല? സാധാരണക്കാരെ പോലെ. ഇവിടെ ആര് ഇവള്? അയ്യേ ഊളകള്. സാധാരണക്കാരെ പോലെ നടന്നില്ലെന്നും കോപ്പ്. എന്താ അവസ്ഥയുടെ അവാർഡും ട്രോഫിയും കൊടുത്തു വിടണം. ബൗൺസേഴ്സ് എന്താ അവസ്ഥയുടെ? ഒരു പട്ടിക്കുഞ്ഞോലും ഇല്ല. ഇവിടെയൊക്കെ ഉൾക്കടിക്കാതെ അവനൊരു മീഡിയക്കാരൻ പോണു പാവം. അവന്മാരെ അന്നത്തിന് വേണ്ടിയിട്ട് അവന്മാരെ റീച്ചിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. നമ്മളും ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അവസ്ഥ ആലോചിച്ചു. ഇതിനൊക്കെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നതും അവാർഡ് കൊടുക്കാൻ വിളിക്കുന്ന ആ ഒരു ടീമിന്റെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തിനാടാ ഇതുപോലത്തെ മൈത്താണ്ടിയൊക്കെ അവാർഡും കൊടുത്ത് ഇങ്ങനെ നശിപ്പിക്കുന്നത്? എന്ത് മെസ്സേജാണ് നിങ്ങൾ സൊസൈറ്റിക്ക് കൊടുക്കുന്നത്? എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറയുന്നില്ല. ബെസ്റ്റ് അവാർഡ് ഗോസ് ടു മറ്റേതിനെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ വീണ്ടും ഇതൊക്കെ വല്ലാത്തൊരവസ്ഥയുടെ. അവാർഡ് അയ്യോ കാണാൻ പറ്റിയ സാധനം ശരിയാക്കി കാണാന്ന്. നിന്നെയൊക്കെ കണ്ടിട്ട് എന്നാ ഹീരോത്തുണ്ടാക്കാനാ? അതുപോലെ ഇവളെ ഫേസ്ബുക്കില്ല, ഇവളെ എല്ലാ അക്കൗണ്ടും അടിച്ചു പോകണം. എങ്കിലും ഇവളൊക്കെ ശരിയാവത്തുള്ളൂ. ഫേസ്ബുക്ക് അടിച്ചു പോയി എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്. എല്ലാം പോവും. ഇനിയും കുറേ അപരാധങ്ങളുടെ അക്കൗണ്ടുകൾ കുറേ എണ്ണം അടിച്ചു പോകാനുണ്ട്. ഇതെല്ലാം ഓരോന്നോട്ട് അടിച്ചു പോകണം. അടിച്ചു പോയാലേ ഇവളുമാരെല്ലാം പഠിക്കത്തുള്ളൂ. ഇവളുമാർക്ക് കുന്തളിപ്പിക്കാൻ വേണ്ടിയിട്ടും എന്ത് തോന്നിവാസം കാണിക്കാൻ വേണ്ടിയിട്ടും ഉള്ള ഒരു പ്ലാറ്റ്ഫോമാക്കി സോഷ്യൽ മീഡിയ മാറ്റുകയാണ്. സത്യം പറഞ്ഞാൽ ഇതിനൊക്കെതിരെ നിയമ നടപടി എടുക്കണം. നമ്മുടെ രാഷ്ട്രപതി ഇടയ്ക്കെങ്ങാണ്ട് ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ അപരാധങ്ങളൊക്കെ അടിച്ചു കളയാനായിട്ട്. എല്ലാം നടപ്പിലാക്കണം. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് പുതിയ അധികാരത്തിൽ വന്ന ഗവൺമെന്റിനോടാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരം അപരാധ വീഡിയോകളും ഈ മെമ്പർഷിപ്പുകളും സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് തോന്നിവാസങ്ങൾ കാണിച്ച് പൈസ ഉണ്ടാക്കുന്ന ഇത്തരം ആൾക്കാരെ ബാൻ ചെയ്യണം സോഷ്യൽ മീഡിയയിൽ നിന്ന്. അങ്ങനത്തെ ഒരു നിയമം കൊണ്ടുവരണം. അത് ഈ പറയുന്ന പോലെ ഇപ്പോൾ നിലവിൽ ഗവൺമെന്റ് ഭരണത്തിൽ വന്നിട്ടുള്ള ഗവൺമെന്റ് തീരുമാനമെടുത്ത് ഇതിനൊരു തീരുമാനമുണ്ടാക്കി ഇത്തരം അപരാധങ്ങളെ അടിച്ചു നശിപ്പിക്കുക മെയിനായിട്ട്. കാരണം നമ്മുടെ സൊസൈറ്റിയെ തന്നെ വളരെ ബാഡായിട്ട് അഫക്റ്റ് ചെയ്തുകൊണ്ട് നാളത്തെ തലമുറ അടക്കം വെരി 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 ബാഡായിട്ട് അഫക്റ്റ് ചെയ്ത് നശിപ്പിക്കാൻ പോകുന്ന ഒരു സാധനമാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കുറേ പേര് പറയാം അപ്പോൾ സിനിമയിലൊക്കെ കാണിക്കുന്നതാണ്. ഈ സിനിമയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമൊന്നും അല്ല. അതാദ്യം ബേസിക്കലി മനസ്സിലാക്കാം. പക്ഷേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോൺ ഉണ്ടെങ്കിൽ ആർക്കും എന്തും ചെയ്യാം, എന്തും എങ്ങനെയും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അത്തരം സ്ഥലങ്ങളിൽ ഉറപ്പായിട്ട് ഇത്തരം വീഡിയോകൾ ഇടുന്ന ആൾക്കാർക്കെതിരെ നടപടിയെടുക്കണം. അവരുടെ അക്കൗണ്ടുകൾ പൂട്ടണം. അതുപോലെ തന്നെ ഈ കാമക്കടുവ ആണുങ്ങളുടെ വില കളയാനായിട്ട് കുറെ കാമപ്രാന്തന്മാരുണ്ട്. ഇത്തരം അപരാധങ്ങൾ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന കുറെ അപരാധി മക്കൾ ആണുങ്ങളുടെ വില കളയാൻ വേണ്ടിയിട്ട് കുറെ തന്തയില്ലാത്തവന്മാരുണ്ട്. കാണണമെങ്കിൽ നിനക്കൊക്കെ വേറെ ഗൂഗിളിലോ മറ്റേ എവിടെയെങ്കിലും സൈറ്റിലോ എല്ലാം പോയി കാണടേ, വല്ല തുണ്ടും കാണണ്ടേ. ഇതുപോലെ പൈസ കളഞ്ഞ് ഇവളുമാരെ സപ്പോർട്ട് ചെയ്ത് ഇവളുമാരുടെ ഇതൊക്കെ കണ്ട് എന്നാ ഗീരവത്വം ഉണ്ടാക്കാനാ? ദയവിതിട്ട് ഇതെനിക്ക് ആണുങ്ങളോടുള്ള അപേക്ഷയാണ്. നിങ്ങളെപ്പോലുള്ളവന്മാർ അല്ലെങ്കിൽ എന്നെ പോലുള്ളവന്മാർ നമ്മൾ ഇതൊന്നും കാണാതിരിക്കുക. പൈസ കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാതിരിക്കുക. നമ്മൾ കാണാതിരിക്കുമ്പോൾ തന്നെ ഇവളുമാർക്ക് പൈസ കിട്ടാതെയാവും. മനസ്സിലായ? ഇത് ആണുങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കിടക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇതുപോലത്തെ അപരാധങ്ങളെല്ലാം ഇപ്പോൾ ഉടലെടുത്ത് കൂടിക്കൊണ്ടേയിരിക്കുന്നത്. ആണുങ്ങൾ എന്ന് ഇമാതിരി അപരാധങ്ങൾ കാണുന്നത് നിർത്തും, അന്ന് തീർന്നു ഇവളുമാരുടെ ഈ പ്രകസനം, ഇവളുമാരുടെ ഈ കുന്തളിപ്പും തീർന്നു. അതേ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളൂ കേട്ടോ.
കൂടുതലൊന്നും എനിക്ക് ഈ വിഷയത്തിൽ പറയാനില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാം. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടോ? കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കുറേ പേര് വിമർശിക്കുന്നുണ്ട്. എനിക്ക് ഇതെല്ലാം വേറെ കണ്ടന്റ് ഇല്ലായിരുന്നു. ഇതിന്റെ കാര്യത്തിൽ തീരുമാനമാവുന്നവർ നമ്മൾ പ്രതികരിക്കണ്ടേ? അപ്പോൾ ഫേസ്ബുക്ക് അക്കൗണ്ട് പൂട്ടിയതിൽ സന്തോഷമുണ്ട്. എല്ലാ അക്കൗണ്ടുകളും പൂട്ടട്ടെ. ഇനിയിപ്പോൾ എൻ്റെ അക്കൗണ്ട് എന്ന് പൂട്ടുമെന്ന് ദൈവത്തിനറിയാം. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.